വിത്തെറിഞ്ഞു മണ്ണിൽ ചോരയാൽ നനച്ചതിന്റെ കതിര് കൊണ്ടു നാടിനെന്നെ മേകിടും കർഷകർ കടക്കണിയിൽ വീണുകൊണ്ടു കേണിടുന്നു കാണേണ്ട. എൻ്റെ പേര് KA രാജേഷ് കുത്തനൂർ. ഞാൻ കുത്തനൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. കുത്തനൂരിലെ വടക്കേപ്പാട ശേഖര സമിതിയുടെ പ്രസിഡന്റ് കൂടിയിട്ടാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥിയായി രഘു മാത്തൂർ എന്ന ഒരു കർഷകൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെങ്ങിൻ തോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട കടമ ഇന്നാട്ടിലെ ഓരോ ജനങ്ങൾക്കുമുണ്ട്. കാരണം കർഷകർ ചേറ്റിൽ ഇറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള എല്ലാ ജനങ്ങളും ചോറ്റിൽ കൈയിടുന്നത് എന്ന സത്യം മനസ്സിലാക്കുന്ന ഓരോരുത്തരും രഘു മാത്തൂരിനെ തെങ്ങിൻ തോപ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കേണ്ട കടമയുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കപട രാഷ്ട്രീയവും കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്, സംഘടനകളുമാണ്. ഇന്നിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ മാനിഫെസ്റ്റോയിലും 1 കിലോ നെല്ലിന് 35 രൂപ ആക്കി എന്ന് അവർ വാഗ്ദാനം പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ 35 രൂപ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർഷക സംഘടനകൾ സമരം നടത്തിയപ്പോൾ അതിനെതിരെ മുഖം തിരിഞ്ഞ് നിന്നിരുന്ന എല്ലാ സംഘടനകളും ഇന്ന് കർഷക പ്രേമം നടിച്ചുകൊണ്ട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവര് ഈ കാപട്യം കൊണ്ട് മാത്രമാണ്, ഈ വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് ഈ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകുന്നത്. ഇതിനെതിരെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് ആണ് രഘു മാത്തൂർ സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അതെല്ലാവരും, നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒരുപാട് സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. ഒരു കർഷകനായ രഘു മാത്തൂരിനെ കൊണ്ട് ഈ ചെലവ് മുഴുവൻ വഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന എല്ലാ സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞ് ഈ രഘു മാത്തൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി 100 രൂപ ചാലഞ്ച് എന്ന അതിലേക്ക് എല്ലാവരും 100 രൂപ അയക്കണം എന്നുകൂടി പറയുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും എല്ലാ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വോട്ടുകൾ തെങ്ങിൻ തോപ്പ് അടയാളത്തിൽ രേഖപ്പെടുത്തി രഘു മാത്തൂരിനെ വിജയിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്, ജയ് കിസാൻ, ജയ്